ക്ലാസ് 3 ഫാമിലി. സോ EVSലെ ലിവിങ് സേഫ്ലി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എൻ്റെ മക്കളെല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. എക്സാമിന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് വെൻ വി വാക്ക് അലോങ് ദ സൈഡ് ഓഫ് ദ റോഡ്. അതായത് റോഡിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഏതൊക്കെ പോയിന്റാണ് എൻ്റെ മക്കൾ നോട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് പോയിന്റ് ആണ് വാക്ക് അലോൺ ദ റൈറ്റ് സൈഡ്. തെറ്റിക്കരുത്. ലെഫ്റ്റ് സൈഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് പോവും. ഏത് സൈഡ് എഴുതണം? റൈറ്റ് സൈഡ് എന്ന് എഴുതണം അല്ലേ. അപ്പൊ റോഡിന്റെ ഏത് വശത്തിലൂടെ നടക്കണം? വലത് വശം ചേർന്ന് നടക്കണം. അപ്പൊ റൈറ്റ് ആയിട്ടുള്ള സൈഡാണ് റൈറ്റ് സൈഡ് എന്ന് പഠിച്ചു വെക്കുക. ശരിയായിട്ടുള്ള സൈഡാണ് വലത് വശം എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ്? കൂട്ടം കൂടി നടക്കരുത്. ഓക്കെ, ഡോണ്ട് വാക്ക് ക്ലട്ടേർഡ് അല്ലെ. കൂട്ടം കൂടി നടന്നു കഴിഞ്ഞാൽ ആക്സിഡന്റ്, അപകടം ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടും. അപ്പൊ അതുകൊണ്ട് കൂട്ടം കൂടി നടക്കരുത്. ഇനിയോ വാക്ക് ഓൺലി അലോങ് ദ ഫുട് പാത്ത് ഇഫ് ഇറ്റ് ഈസ് ദർ. നടപ്പാതയുണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാൻ വേണ്ടി പാടുള്ളൂ. ഇനി നടപ്പാത ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റോഡിന്റെ സൈഡ് ചേർന്ന് അല്ലെ, വലത് വശം ചേർന്ന് വേണം നടക്കാൻ വേണ്ടിയിട്ട്. റോഡിന്റെ നടുവിലൂടെ ഒന്നും നടക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ ഫുട് പാത്ത് ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക, അല്ലെങ്കിൽ റോഡിന്റെ സൈഡ് വലത് വശം ചേർന്ന് വേണം നടക്കാൻ. ഇനി റോഡ് നിയമങ്ങൾ പാലിക്കുക. എന്താണ്? ഒബേ ട്രാഫിക് റൂൾസ്. കുറേ റോഡ് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. കുറേ സിഗ്നൽ ബോർഡുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്താണെന്ന് കണ്ടത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു റൂൾ അല്ലെങ്കിൽ ആ ഒരു നിയമം പാലിച്ചിട്ട് വേണം നമ്മൾ റോഡിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ് പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് സീബ്ര ലൈൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ റോഡിൽ വെള്ള കുറുകെയുള്ള വരകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ, നമ്മുടെ സീബ്ര പോലെ. അപ്പോൾ ആ ഒരു വെള്ള വരകളെയാണ് നമ്മൾ എന്ത് പറയുക? സീബ്ര ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ എന്ത് എഴുതണം? ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ് ദ റോഡ്. അതായത് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ടാണ് സീബ്ര വരകളുള്ളത്. പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽനട യാത്രക്കാരാണ് അല്ലേ. അപ്പോൾ നടന്നു പോകുന്ന ആൾക്കാർക്ക് വളരെ സേഫ് ആയിട്ട്, വളരെ സുരക്ഷിതമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോഡിൽ എന്ത് കാണാൻ വേണ്ടി പറ്റുന്നത്? സീബ്ര ലൈൻ കാണാൻ വേണ്ടി പറ്റുന്നത്. മലയാളം മീഡിയം മക്കൾ എന്ത് പഠിക്കണം? സീബ്ര വരകൾ എന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ കുട്ടികളെ നോട്ട് ചെയ്യണം. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്. അപ്പോൾ റൈറ്റ് സൈഡിലൂടെ നടക്കണം, കൂട്ടം കൂടി നടക്കാൻ വേണ്ടി പാടില്ല, ട്രാഫിക് റൂൾസ് നമ്മൾ കൃത്യമായിട്ട് ഒബേ ചെയ്യണം അല്ലേ, റോഡ് നിയമങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിക്കണം. പിന്നെ ഫുട് പാത്ത് ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക, സീബ്ര ലൈനിലൂടെ മാത്രം കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കുക അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു കാര്യം കൃത്യമായിട്ട് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് 3 എക്സാം വിന്നർ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.